അവര് ജനങ്ങളിൽ ആരാരും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളാണ്, വളരെ സാധാരണക്കാർ. ലം യുഅലം മിമ്മൻ ഹും, അതാണ് അവര് എവിടുന്നാ വരുന്നത്, ഇവരേ നാട്ടുകാരാ, ഇതൊന്നും അറിയില്ല. വനവാസിഉൽ ഖബാഇലി, വലിയ വലിയ തറവാടുകാരൊന്നുമല്ല. ലം തസ്വിൽ ബൈനഹും അർഹാമും മുതഖാരിബ, ഇവര് ഒരു തറവാട്ടപ്പെട്ടവരല്ല, ഒരു നാട്ടുകാരുമല്ല, ഒരു പ്രദേശത്തുകാരുമല്ല. ലം തസ്വിൽ ബൈനഹും അർഹാമും മുതഖാരിബ, അവര് പരസ്പരം ചോരബന്ധമുള്ളവരാണോ? അതുമല്ല. പിന്നെ ആരാണ്? തഹാബ്ബു ഫില്ലാഹ്, അല്ലാഹുവിനെ ഉദ്ദേശിച്ച് പരസ്പരം സ്നേഹിച്ചവരാണ്. തോന്നുക ഈ ഗൾഫിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഘം കിട്ടുള്ളൂ അല്ലേ? നാട്ടിലാകുമ്പോൾ ആ നാട്ടുകാരല്ലേ ഉണ്ടാവുള്ളൂ, കുടുംബക്കാര്. ഇവിടെ വരുമ്പം എന്തോ ഒരു വലിയ അത്ഭുതമാണ്. പല നാട്ടുകാര്, പല രാജ്യക്കാര്. സുബ്ഹാനല്ലാഹ്, ഇതിൽ നമ്മൾ പെടണം. മിനിമം അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. ഖൽബ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്ന ആളോട് സ്നേഹം തോന്നുക, അള്ളാഹുവിനോട് ഇഷ്ടമില്ലാത്തത്, അള്ളാഹുവിന് വെറുപ്പുള്ളത് ചെയ്യുന്നവരോട് മനസ്സുകൊണ്ട് വെറുപ്പുണ്ടാവുക. ഇത് ഈമാനിന്റെ ഭാഗമാണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അപ്പം നമ്മുടെ ബൈലക്സോണാണോ? ആണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. നമ്മൾ അവരെ ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടിട്ട് കൂടെ ഉണ്ടാവില്ല. പക്ഷേ അൽഹംദുലില്ലാ ചില ആഗ്രഹം പറയും, പഠിച്ചോനെ നമുക്കൊന്ന് അബുദാബിക്കൊന്ന് വരാൻ പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹം പറയുന്ന ചില സുഹൃത്തുക്കൾ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫോണിലൊക്കെ ഒന്ന് വിളിച്ചിട്ടോ നമ്മളോട് സ്നേഹം, അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ആ മാനസികമായ ബന്ധം ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ വലിയ ആളുകൾ, ഇനി ഇവർക്ക് അള്ളാഹ് കൊടുക്കുന്നത് പ്രകാശത്തിന്റെ വലിയ വലിയ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കാണണം. അവർ മനസ്സ് ശുദ്ധിയുള്ളവരാണ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണ്. വേറൊന്ന് ഏതോ നാട്ടുകാർ, എവിടേക്ക് ഉള്ളവർ, ഏതോ ജില്ലക്കാർ, ഏതോ മഹല്ലുകാർ, അവർ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു അവർക്ക് പ്രകാശത്തിന്റെ മിമ്പറുകൾ അള്ളാഹു ഇട്ട് കൊടുക്കും, കസേരകൾ. ഫയജ്ലിസൂന, അവിടെ ഇരിക്കും. ഫയജ്അലു വുജൂഹഹും നൂറൻ, അവരുടെ മുഖത്ത് അല്ലാഹു പ്രകാശം നൽകും. വസിയാബഹും നൂറൻ, അവരുടെ വസ്ത്രങ്ങളിൽ പ്രകാശമുണ്ട്. യഫ്സഉൻ നാസു യൗമൽ ഖിയാമത്തി വലാ യഫ്സഊൻ, ജനങ്ങളൊക്കെ പേടിക്കുമ്പോൾ ഇവർക്ക് പേടിയില്ല. വഹും ഔലിയാഉല്ലാഹി, ഇവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ദുഃഖിക്കുന്നവരോ സങ്കടപ്പെടുന്നവരോ പേടിക്കുന്നവരോ അല്ല, പേടിക്കേണ്ടതില്ല ഇവർക്ക്. ഇവർ ചെയ്ത പണി എന്താണ്? അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു, പരസ്പരം തസ്വാഫു എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധമായിരുന്നു. ഇതാണ് വിഷയം, ഹൃദയം ശുദ്ധമായി. ഒരു സ്വഹാബിന്റെ ചരിത്രം ഓർമ്മല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് അല്ലേ? യദ്ഖുലു അലൈക്കും, നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരാൻ പോകുന്ന ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ നഅലൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് ചെരുപ്പും പിടിച്ചിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സ്വഹാബി കടന്നു വന്നു. വുളൂവിന്റെ വെള്ളം അവിടെ താടിരോമത്ത് കൂടെ അങ്ങനെ ഒരുക്കുന്നുണ്ട്, കയ്യിൽ ചെരുപ്പുണ്ട്. അങ്ങനെ ഒരാൾ കടന്നു വന്നു. രണ്ടാമത്തെ ദിവസം നബി പറഞ്ഞു ഇതേപോലെ, അയാൾ തന്നെ വന്നു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒരാൾ വരും കേട്ടോ, സ്വർഗത്തിലുള്ള ഒരാളാണ് വന്നത്, ഇയാൾ തന്നെ. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വിട്ടു പോയി നിന്നില്ലേ, അയാൾ എന്തൊക്കെ ചെയ്യും നോക്കുമ്പോൾ കാര്യമായിട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെയുള്ളൂ. കുറേ നിസ്കാരം അതൊന്നുമില്ല. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്, സുബഹിന്റെ മുമ്പ് അല്പം എഴുന്നേറ്റു, സുബഹി നിസ്കാരത്തിന് പോയി വന്നു, ജോലിക്ക് പോകുന്നു, കുട്ടികളും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു എന്നല്ലാതെ നിരന്തരം ഖുർആൻ, നിരന്തരം ദിക്ർ, ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ചോദിച്ചാൽ എന്താ നിങ്ങളെ കഥ, നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തേന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ എനിക്ക് ഇബാദത്തുള്ളൂ, പക്ഷേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാവാറില്ല, ഒരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടായിട്ടില്ല. അപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെന്നെ കാരണം, അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വർഗ്ഗത്തിലെത്തിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു അമലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക്
വസല്ലിം അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം നടപ്പാക്കാൻ അയാൾക്ക് കഴിയും. ആ ദേഷ്യം വന്നു, ദേഷ്യം വന്നാൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അയാൾക്ക് കഴിയും. ഒരാള് പെട്ടെന്ന് ദേഷ്യം വന്നു, അവനെ ജോലിയിൽ പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും, അവന്റെ വിസ ക്യാൻസലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇവനെ പറഞ്ഞുവിടാൻ പറ്റിയേക്കും, എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റിയേക്കും, എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഖലമ ഗൈലൻ, ആ ദേഷ്യം കടിച്ചിറക്കിയ ഒരാൾ ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമah, അന്ത്യനാളിൽ അല്ലാഹു എല്ലാ മനുഷ്യരും നിന്നുകൊണ്ടിരിക്കെ അവരുടെ മുമ്പിൽ വെച്ച് ഇയാളെ വിളിച്ചു കൊണ്ടുവരികയും തുമ്മ യുഖയ്യിറുഹു മിനൽ ഹൂറിൽ ഐനി മാ ശാഅ, വേണ്ട ഭാര്യമാരെ നീ കൊണ്ടുപോയിക്കോ എന്ന് ഹൂറുൽ ഐനികളിലേക്ക് ചൂണ്ടി അയാളോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ ഹബ്ബിക്കും ഇലയ്യ, അവിടുന്ന് പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പിന്നെ കഴിഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ. വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും അഹാസിനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എൻ്റെ അടുത്ത് ഉണ്ടാവുക. നല്ല സ്വഭാവമുള്ളവര്, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമല്ല. അവര് കീഴൊതുങ്ങി കൊടുക്കുന്നവരാണ്. ജനങ്ങൾ തോളിച്ചവിട്ടി കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ്. ചീത്ത പറയും ഉണ്ടല്ല. ഈ പൊതുപ്രവർത്തകന്മാർ ശരിക്കും മനസ്സിലാക്കേണ്ടി വരും. സംഘടനാ ഭാരവാഹിത്വമൊക്കെ ഉള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയും ആളുകൾ, ഒന്നും പറയില്ല. ഉപദ്രവം ഒക്കെ ഉണ്ടാവല് ഉപകാരം ചെയ്യുന്നവർക്ക്. ഒരു പൊതുപ്രവർത്തനം ഒന്നുമില്ല, റൂമിൽ കടന്നുറങ്ങി ടി വി കണ്ട് കിടക്കണതിനെ പറ്റി ഒരു പരാതിയില്ല, എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും നാലാളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും, വാശിക്കാരുണ്ടാവും, ദേഷ്യക്കാരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. മുഅത്തഊന അക്നാഫൻ, അതിനൊന്നും ചെവി കൊടുക്കണ്ട, ഒന്ന് ഒതുങ്ങി കൊടുക്കുക. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ്, ജനങ്ങൾ അവരോടും ഇണങ്ങുന്നവരാണ്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, മിണ്ടിപ്പോണ്ട, അയാളോട് വർത്താനം പറയാനേ പോണ്ടോ, മിണ്ടാതിരുന്നോട്ടെ, വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ്. ഇങ്ങനത്തെ ആളുകൾ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവരാണെന്നാണ്. ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത്, ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ്. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങി പെരുമാറുന്നവരാണ്, അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ, അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും അസ്വഉകും അഖ്ലാഖ, നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ. ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളവരെന്നറിയുമോ? അസ്സർസാറൂൻ, സർസാറൂന വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂന. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ, സർസാരികളും മുതശദ്ദിഖീങ്ങളും ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമൽ മുതഫൈഹിഖൂൻ, ആരാണ് മുതഫൈഹിഖീങ്ങൾ? ഖാല അൽ മുതകബ്ബിറൂന. നമുക്കത് എല്ലാം മനസ്സിലാക്കണം. സർസാറൂൻ എന്ന് പറഞ്ഞാൽ ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ, ഒരുപാട് വർത്തമാനം പറയുന്ന ആൾക്കാർ, വെറുതെ വർത്തമാനം പറയാ, ഒരുപാട് വർത്തമാനം പറയാ. മുഖല്ലിഫൻ, അതായത് ഒന്നും പറയാനില്ല, വെറുതെ കഥ മനസ്സുണ്ടാക്കുക. നമ്മൾ പറയില്ലേ ബോറടിപ്പിക്കുന്ന ആൾക്കാരെന്നൊക്കെ, അത് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാണ്. പറഞ്ഞു ബോറടിപ്പിക്കാൻ അവന് പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ കഥയൊക്കെ ജീവിതകാലമുള്ള മുഴുവൻ ചരിത്രം 2 മണിക്കൂറുകൊണ്ട് പറഞ്ഞിട്ട് ആരും ചോദിച്ചിട്ടില്ല പറയാൻ, ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൻ അങ്ങനെ എന്തിനായി പറയേണ്ട കാര്യം? സർസാറൂൻ, നിർത്താത്തവർ. റേഡിയോ എന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർസാറൂൻ. വൽ മുതഫൈഹിഖൂന, മുതഫൈഹിഖീങ്ങൾ ആരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചു. തങ്ങളുടെ മറുപടി അൽ മുതകബ്ബിറൂന, അൽ മുതകബ്ബിറൂന, അഹങ്കാരം നടിക്കുന്നവര്, അഹങ്കരിക്കുന്നവര്, വിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ. വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂൻ, മുതശദ്ദിഖീങ്ങളും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല. ആരാ മുതശദ്ദിഖീങ്ങൾ എന്നറിയോ?
അൽ മുതകല്ലിമു ബിമിൽഇ ശദ്ഖിഹി തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി. ആരാന്നറിയോ? മുതകല്ലിമു ബിമിൽഇ ശദ്ഖിഹി, വായ മുഴുവൻ നിറച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവൻ. വായ നിറച്ചിട്ട് ഗംഭീര, തഫാസുഹൻ ഭയങ്കര അക്ഷരസ്ഫുടതയാണെന്നറിയാൻ വേണ്ടി വായ നിറച്ചിട്ട് പറയുന്നു. ഞാൻ പറയുന്ന വാക്ക് വല്ലാത്ത കനുള്ള വാക്കാണെന്ന് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമുയർത്തിയിട്ട് ശബ്ദം കനപ്പിച്ച് പറയാം. ശബ്ദം കനപ്പിച്ച് പറയാം. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളോട് പറയാനുള്ളതല്ല, അത് ചിലപ്പോൾ വേദ പറയുന്ന ആൾക്കാരെ പറ്റി പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണത്. വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ത് ചെയ്യുക? ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ. തൊണ്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് യാ അല്ലാഹ് എന്തിനതിൻ്റെ ആവശ്യം? കനപ്പിച്ച് പറയാൻ പാടില്ല. മുതശദ്ദിഖൂൻ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ അഹങ്കാരം വരും. അതാ വിഷയം. ചെറിയൊരു അഹങ്കാരം വരൂലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ചെറിയൊരു അഹങ്കാരം. അപ്പം ഭയങ്കര അക്ഷരസ്ഫുടത എനിക്കുണ്ട് എന്നറിയാനോ, എൻ്റെ ശബ്ദത്തിന് കുറച്ച് കനുണ്ട് എന്നറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരും. എനിക്കവരോട് ഇഷ്ടമല്ല. മിൻ അബ്ഗളികും ഇലയ്യ, എനിക്കവരോട് ദേഷ്യമാണെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഇത് ഈ ഹദീസ് അറിയാത്തവരുണ്ടാവും, ഈ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നവർ കാണും. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയോ ആരെ പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നബി തങ്ങളുടെ ശഫാഅത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ അക്സറുഹും അലയ്യ സ്വലാത്ത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ വിചാരണ നൽകപ്പെടുന്ന ഒരു നാളെ വരാനിരിക്കുകയാണ്. അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ ഈ 70,000 ഉള്ളിൽ ഓരോ 1000-ലും ഒരു 70,000 വേറെയും, പിന്നെ സലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, എൻ്റെ റബ്ബ് കോരിയെടുക്കുന്ന 3 കോരി ആളുകളും അവരും കൂടെ ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു ഹസിയത്തിൽ പെട്ടിരിക്കണം. അള്ളാഹു അതിലൊക്കെ നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. അതിൽ അസ്ഹാബുൽ ഫദ്ലി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട് വല്ലതും മനുഷ്യന്മാർ പറഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കുന്നവർ. പിന്നെ അസ്ഹാബുസ് സ്വബരി, ക്ഷമിക്കുന്ന ആളുകൾ, തെറ്റിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമിക്കുന്നവര്, അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര്. ഇത് രണ്ടും അക്കൂട്ടത്തിൽ പെടും. പിന്നെ പറഞ്ഞത് ആരാണ്? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട അള്ളാഹുവിന് വേണ്ടിയിട്ടേ, അത് ചെയ്യാൻ പാടില്ല. ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് അതന്നെയാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ നാളെ തന്നെ ട്വീറ്റ് ചെയ്യും. കണ്ടില്ലേ ഹദീസ്? അതുകൊണ്ട് വേണ്ട എനിക്ക് അള്ളാഹിനെ ചോദിച്ചാൽ എന്നോട് സ്നേഹം, ആ സ്നേഹം അള്ളാഹ്ക്ക് വെറുപ്പാണ്, ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾ പരസ്പരം, മുഅ്മിനാത്തുകൾ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടി ഈ അറിഞ്ഞോ, ഇങ്ങനെ ദിക്റുണ്ട്, ഈ ചൊല്ലിക്കോ, ഇങ്ങനെ ദുആ ഉണ്ട്, ഈ അറിഞ്ഞോ, അല്ലെങ്കിൽ ഇന്ന ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു പുസ്തകമുണ്ട്, ഇന്നൊരു ഇൽമുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുന്നവർ, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത്, അവർ വർത്തമാനം പറയുന്നത്, അവർ സന്ദർശിക്കുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടി. അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകുന്നു. യാ അള്ളാഹ്, എന്തൊരു ഭാഗ്യാണതൊക്കെ. അപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ല നബി തങ്ങൾ കൊണ്ടുവന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സാധിക്കുന്നതാണ്.